കൊഴുത്ത് കുറച്ചും കൂടെ കൂടുതലാവും. ഈ നട്ടലിന്റെ ഇവിടുത്തെ നമ്മുടെ നാഡീവ്യൂഹം ഏറ്റവും സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് ഇതുവഴിയാണ്. ഇതൊക്കെ തകരാറ് പറ്റും, വാരിയലിന് തകരാറ് പറ്റും. നമ്മളൊരു ആദ്യം വന്നിട്ട് ഇയാളെ കിടന്നതിന് ശേഷം കൈ ഇവിടെ ചേർത്ത് കൊടുക്കാം. ഈ തല അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ കൈ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. വെച്ചിട്ടുണ്ട് ഈ മുട്ട് നിലത്ത് വെക്കാം. ഇതുപോലെ ഡെസ്കിന്റെ സുഖാസനത്തിൽ തലയിലുണ്ടാക്കുക. ഇങ്ങനെ വെക്കുക. തല അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പാടില്ല. ഇങ്ങനെ പിടിക്കുക. മറ്റൊരാൾ ഞാൻ പറഞ്ഞ പത്രം സംഘടിപ്പിച്ചിട്ട് ഇതേപോലെ മടക്കുക. എന്നിട്ട് ഈ കോളുണ്ട് ഇങ്ങനെ ഇവിടെ വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സർവൈക്കൽ കോളറായി. ഇത് നമ്മൾ ആശുപത്രിയിലൊക്കെ കാണും, പലരും ഇങ്ങനെ ഉപയോഗിച്ച് നടക്കുന്നുണ്ട്. അതിന് പകരമായി നിങ്ങളിത് ഈ കൗൺസിലിന് വഴി ഇങ്ങനെ കൊടുക്കുക. അത് വരുന്നത് വരെ ഇങ്ങനെ പിടിച്ചു നിർത്തുക. ഇങ്ങനെ പിടിച്ചു നിർത്തുക. ഈ കഴുത്ത് അനങ്ങാതെ പിടിച്ചു നിർത്തിക്കൂടും. കാർബോർഡായ കാർബോർഡിലൊക്കെ എടുത്ത് നമുക്ക് പത്രം കിട്ടാനുള്ള സാധ്യത. ഇങ്ങനെ മടക്കി വെക്കുക. അതുവഴി കഴുത്ത് അനങ്ങാതെ ഇങ്ങനെ പിടിച്ചു നിർത്തുക. ഇത് നിങ്ങളുടെ കയ്യിലാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പൊ ഇനി അതവിടെ വെച്ച് അതവിടെ നിന്നോളൂ, അതവിടെ നിന്നോളൂ. അപ്പൊ അതവിടെ വെച്ച ശേഷം കൈയോടെ പിടിക്കാം. ഈ കൈ ഇവിടെ വെക്കുക. എന്നിട്ട് പതുക്കെ ഇങ്ങോട്ട് ചെരിക്കുക. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ആംബുലൻസ് വന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നോക്കുക, ആംബുലൻസ് കയറേണ്ടത് ആ സ്ട്രെച്ചറായിരിക്കും. അതല്ലെങ്കിൽ ഇതുപോലുള്ള കട്ടിയുടെ തുണിയായിരിക്കും. മടക്കുക. ഇങ്ങോട്ട് ചേർത്ത സ്ട്രെച്ചർ ഇങ്ങോട്ട് ചേർത്ത് വെക്കുക. ഇയാളെ നേരെ ഇങ്ങോട്ട് തിരിക്കുക. സ്ട്രെച്ചറിനകത്തേക്ക് തിരിച്ചു. എന്തായാലും പറഞ്ഞു. കാരണം അത് ചെയ്തില്ലെങ്കിൽ പ്രയാസം. അതുമില്ല. അപ്പൊ വണ്ടിയിലേക്ക് വണ്ടിയിലേക്ക് ഇവിടുന്ന് നേരെ വെക്കണം. വണ്ടിയിലേക്ക് കയറ്റാൻ പറ്റും. പതുക്കെ ഇങ്ങനെ പോക്കാം. ഒന്നോട് നോക്കട്ടെ. ഇങ്ങനെ എടുത്തിട്ട് കിടന്ന് പോകത്തക്ക വണ്ടിയിൽ മാത്രമേ കൊണ്ടുപോകാവൂ. ആ സമയത്ത് അപകടം പറ്റിയാണെങ്കിൽ ചിരിക്കൊന്നുമില്ല. അപ്പൊ ഒരു ഓട്ടോറിക്ഷ വന്ന ഓട്ടോറിക്ഷ ചുരുട്ടിക്കൂട്ടി ഒരു മൂലക്കിടാൻ പാടില്ല. ഒരു ജീപ്പ് കിടത്തി കൊണ്ടുവന്ന് വണ്ടിയിൽ